പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ അദ്കിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. നമുക്കറിയാവുന്നതുപോലെ കേരള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രചാരത്തിലുള്ള മത പാഠ്യപദ്ധതിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായ ഹിദായത്തുൽ അദ്കിയ ഇല തരീഖിൽ ഔലിയ എന്ന് പൂർണ്ണമായി പേരുള്ള സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ഈ രചന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷമീർ KS ആണ്. അദ്ദേഹം വെറും പരിഭാഷ മാത്രമല്ല, അതിൻ്റെ കൂടെ ഇത് വായിക്കുമ്പോൾ ഒരു സാധാരണ വായനക്കാരന് ഇതിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കുന്നതിന് വേണ്ടി നല്ല വിശദീകരണ കുറിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സാങ്കേതിക പദങ്ങളും ചരിത്ര സന്ദർഭങ്ങളും അതിൻ്റെ വാക്കുകളുടെ പശ്ചാത്തലവുമൊക്കെ ഈ കുറിപ്പുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് പരിഭാഷ നിലവിൽ ഓസ്ട്രേലിയയിൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചു പോരുന്നുമുണ്ട്. മാത്രമല്ല, അറബിയിൽ നിന്ന് നേരിട്ട് ആശയം മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് അറിയുന്ന വായനക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ അദ്കിയ മനസ്സിലാക്കുവാൻ ഈ പരിഭാഷ ഉപകരിക്കും. ഇതിലെ പദ്യഭാഗങ്ങളുടെ പരിഭാഷ വളരെ പോയറ്റിക്കായിട്ടുള്ളൊരു പ്രോസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് വായിക്കാൻ പറ്റും. എല്ലാ കപ്ലറ്റ്സിനും എല്ലാ ഈരടികൾക്കും ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളതിനാൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോവാനും പൂർണ്ണമായി ഇതിൻ്റെ ആശയം മനസ്സിലാക്കുവാനും ഈ പുസ്തകം സഹായകമാണ്. ഇതിൻ്റെ ഉള്ളടക്കം സാധാരണ നമ്മൾ കേരളത്തിൽ പിന്തുടർന്ന് വരുന്ന ഷാഫി സ്കൂൾ ഓഫ് തോട്ടിൽ ഇസ്ലാം എങ്ങനെയാണോ പഠിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു പൂർണ്ണത ഈ പുസ്തകം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സൂഫിസം എന്ന് കേൾക്കുമ്പോൾ അതിനെ ഒരു ഇസ്ലാമിൻ്റെ ഒരു ആധ്യാത്മികമായ അതായത് അതിൽ മാത്രം ഊന്നുന്ന ഒരു വിചാരധാരയായിട്ടാണ് ഗണിക്കപ്പെടുക. എന്നാൽ ഈ പുസ്തകം ഊന്നിപ്പറയുന്നത് തസവുഫ് ഇസ്ലാമിൻ്റെ സമഗ്രതയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകമല്ല, മറിച്ച് അത് ഇസ്ലാമിൻ്റെ ടോട്ടാലിറ്റിയുടെ ഭാഗമാണ് എന്ന് ആണ് ഈ പുസ്തകം ആമുഖമായി തന്നെ ഊന്നിപ്പറയുന്നുണ്ട്. അതായത് ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും കൂടിച്ചേർന്ന ഒരു സമഗ്രതയാണ് ഇസ്ലാം എന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. ഒരു മനോഹരമായ ഒരു മെറ്റഫർ തുടക്കത്തിൽ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പറയുന്നത് ഒരു സമുദ്രത്തോട് നമ്മൾ നമ്മുടെ വൈജ്ഞാനികതയെ ഉപമിക്കുകയാണെങ്കിൽ അതിൽ യാത്ര ചെയ്യാൻ നമുക്കൊരു കപ്പൽ വേണം. ആ കപ്പലാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ കപ്പൽ സഞ്ചരിക്കുന്നത് ഒരു സമുദ്രത്തിലൂടെയാണ്. സമുദ്രമാണ് ഇതിൻ്റെ ത്വരീഖത്ത്, ഇതിൻ്റെ മാർഗം എന്ന് പറയുന്നത്. ഈ രണ്ടും സാങ്കേതികമായ പദമാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെയൊക്കെ സംഹിതയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതിൽ നിയമമുണ്ട്, അതിൽ ജീവിത രീതിയുണ്ട്, അതിൽ സമീപന മാതൃകകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അത് ഒരു സമുദ്രത്തിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സമുദ്രം എന്നുള്ളതാണ് ഇതിൻ്റെ മാർഗം. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു മാർഗത്തിലൂടെ പോവേണ്ടതുണ്ട്. അതിനും അതിൻ്റേതായ നിയമങ്ങളും രീതികളും എല്ലാം ഉണ്ട്. വ്യത്യസ്ത വഴികൾ ഉണ്ടായിരിക്കും. തന്നെ ഏതൊരു വഴിയിലും ഒരു യാത്രക്കാരൻ, ഒരു അന്വേഷി ചില നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണം. അതിന് ചില ട്രാഫിക് റൂളുകളുണ്ടാകും. അത് വിശദീകരിക്കുന്ന ഭാഗമാണ് തരീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരീഅത്തിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി
ഒരാൾ സ്വയം ശീലിക്കേണ്ട ഡിസിപ്ലിനെ, അച്ചടക്കത്തെ, ജീവിത മാർഗങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ത്വരീഖത്ത് എന്നത് നാം സൂഫിസത്തെ അല്ലെങ്കിൽ അതിൻ്റെ വഴികളെ അടയാളപ്പെടുത്തുന്ന ഒരു പദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരീഅത്തും ത്വരീഖത്തും ചേരുമ്പോഴാണ് ഹക്കീക്കത്ത് എന്ന മുത്ത് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ സൈനുദ്ദീൻ മഖ്ദൂം അദ്കിയയിൽ ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദമായ മാർഗ സൂചനകളാണ് ഈ 188 ഈരടികളുള്ള ഈ കവിതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിൽ ഈ വഴിയിൽ പ്രവേശിക്കുന്ന പൂർവകാല സൂഫികളുടെ എല്ലാ അധ്യാപനങ്ങളും വളരെ സംഗ്രഹിച്ച് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം പൊതുവെ പിന്തുടർന്ന് വരുന്നത് ഇമാം ഖുശൈരിയുടെയും ഇമാം ഗസാലിയുടെയും ഒക്കെ ആധ്യാത്മിക മാർഗമാണ്. അതിൻ്റെ പ്രത്യേകത അത് ശരീഅത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതനുസരിച്ചുള്ള ഒരു ജീവിതത്തിലൂടെ പിഴവറ്റ, കുറ്റമറ്റ, കളങ്കരഹിതമായിട്ടുള്ള ഏറ്റവും സംശുദ്ധമായ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബോധ ഉണർവിലേക്കും ആ ഒരു രീതിയിലുള്ള ഉയർന്ന വൈജ്ഞാനിക മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിത സരണിയിലേക്കുമാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ അതിന് പാലിക്കേണ്ട ധർമ്മങ്ങളാണ്, നിഷ്ഠകളാണ് ഈ അദ്കിയയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് തൗബ? അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം. അതായത് സൂക്ഷ്മതയുള്ള ജീവിതം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിക്കൊണ്ടുള്ള യാതൊരുവിധ കളങ്കങ്ങളും ബോധപൂർവം ചെയ്യാത്ത ജീവിത രീതി എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത്, അതിനുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഖനാഅത്ത് ഇതിൽ എണ്ണി പറയുന്ന ഒരു കാര്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആസക്തികളില്ലാതെ തീർത്തും അനാസക്തമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതിന് ഏകാന്തത വേണം, ഏകാന്തതയിലുള്ള ധ്യാനം വേണം, സുഹൃദയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. തവക്കുലി, ഇഖ്ലാസ്, അങ്ങനെ തുടങ്ങി എങ്ങനെയാണ് സമയം ചെലവഴിക്കേണ്ടത്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ബോധപൂർവം വിട്ടു നിൽക്കേണ്ടത്, അതേപോലെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും നമ്മൾ എപ്പോഴുമുള്ള കാത്തു സൂക്ഷിക്കേണ്ട കൃതജ്ഞത എന്താണ്, അതേപോലെ ആരാധനകളിൽ എത്ര കണിശത പാലിക്കണം, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനകൾ എന്ന് തുടങ്ങി ആരെയാണ് പിന്തുടരേണ്ടത്, ആരുടെ സഹവാസമാണ് സ്വീകരിക്കേണ്ടത്, ആരുമായിട്ടാണ് ചങ്ങാത്തം സ്ഥാപിക്കാതിരിക്കേണ്ടത്, ആരുടെ ശിഷ്യത്വമാണ് സ്വീകരിക്കേണ്ടത്, ഒരു ഗുരുവിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കണം, ഒരു ശിഷ്യന് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. ഇതിൽ ഒരു അധ്യാപകൻ്റെ ഗുണങ്ങളും അതേപോലെ ഒരു വിദ്യാർത്ഥിയുടെ ഗുണങ്ങളും എടുത്ത് പറയുന്നൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കാം. ഇതിലെ ഒരു 23-ാമത്തെ അധ്യായമായി വരുന്ന ഒരു 4 ഈരടികളിലാണ് ഒരു അധ്യാപകനുണ്ടായിരിക്കേണ്ട മഹത്തായ 6 മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇമാം ഷാഫിയെ പോലുള്ള അനുകരണീയരായിട്ടുള്ള ആചാര്യ പദവിയിലുള്ള മഹാന്മാരായിട്ടുള്ള അധ്യാപകർക്ക് ഉണ്ടായിരുന്ന 6 ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അവർ പൂർണ്ണമായും സമർപ്പിതരായിരുന്നു എന്നുള്ള ഒരു സംഗതിയാണ്. അവർ വിജ്ഞാനത്തിനും അവരുടെ ഈ വഴിയിലുള്ള അവരുടെ അന്വേഷണ പരിശ്രമങ്ങളിലൊക്കെ മറ്റു ലൗകികമായ ലാഭങ്ങളോ ലാഭേച്ഛകളോ ചിന്തകളോ ഇല്ലാതെ പൂർണ്ണമായും സമർപ്പിതരായിരുന്നു. അവർ പിഴവറ്റ രീതിയിൽ ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചവരായിരുന്നു. പ്രയോജനപ്രദമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള അറിവ് അന്വേഷിക്കുന്നവരായിരുന്നു. അതേപോലെ തങ്ങളുടെ എല്ലാ മേഖലകളിലും ആഴമുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അതേപോലെ അവരുടെ ഉദ്ദേശം എപ്പോഴും പവിത്രമായിരുന്നു. അവർ ദൈവത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് അവരുടെ വൈജ്ഞാനിക സപര്യ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ അവരുടെ
വൈജ്ഞാനികമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആധാരം ദൈവപ്രീതി എന്നത് മാത്രമായിരുന്നു. മറ്റ് മോഹങ്ങളൊന്നും അവരെ നയിച്ചിരുന്നില്ല. ഈ ഒരു സംശുദ്ധതയാണ്, ആത്മാർത്ഥതയാണ് ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഇതിൽ 4 ഈരടുകളിലായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്, എന്തൊക്കെ വിശേഷണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഇതിൽ തുടർന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കണം, നമ്മളുടെ ആത്മ സാക്ഷാത്കാരത്തിൻ്റെ, സ്വയം ശിക്ഷണത്തിൻ്റെ ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതിനുള്ള എങ്ങനെയൊക്കെയാണ് സ്വയം സംസ്കരിക്കേണ്ടത് എന്നതിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരവും സമ്പൂർണവുമായിട്ടുള്ള ഒരു കാവ്യകൃതിയാണ് അദ്കിയ. അതിൻ്റെ വളരെ ഹൃദ്യമായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷയും അതിൻ്റെ വിശദീകരണ കുറിപ്പുകളുമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മളെ QR കോഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ആലാപനം വളരെ മനോഹരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഇസ്ലാമിക മിസ്റ്റിസിസത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ ഒരു നല്ല മുതൽക്കൂട്ടാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.